നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്ന രീതി ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് മാറാൻ പോവാണ്. ബ്രിഡ്ജ് നോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 1-2 ഫോണൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഫോൺ എല്ലാം കൂടി പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ റോഡിൽ വെച്ച് പാൻറ് ഊരി വീഴും. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൺ മാത്രം കയ്യിലെടുക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചിട്ട് പോവുക. എന്നാൽ നിങ്ങൾ വീട്ടിൽ വെച്ച് പോകുന്ന ഫോണിൻ്റെ അകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുപോകുന്ന, അതായത് പുറത്തേക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്ന ഫോണിൻ്റെ അകത്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള നോട്ടിഫിക്കേഷൻ ആ വീട്ടിലിരിക്കുന്ന ഫോണിലും പോകും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രണ്ടിലും ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. 2 ഫോണിലും ബ്രിഡ്ജ് നോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നോളും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അയ്യോ എനിക്ക് നോട്ടിഫിക്കേഷൻ വരണില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യരുത് പ്ലീസ്. കേരളത്തിലൊരു കിഡിലം ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റൈഡർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു മൾട്ടി സർവീസ് ആപ്ലിക്കേഷനാണ്. മൾട്ടി സർവീസ് മീൻസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ഇതിനകത്ത് കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു റൈഡ് ബുക്ക് ചെയ്യണം, ക്യാബോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊറിയർ അയക്കണം, അത് സിംഗിൾ ലൊക്കേഷനിലേക്കും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷനിലേക്കും അയക്കാൻ പറ്റും. ഇനി സർവീസുകളായിട്ടുള്ള പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ ഇതേപോലുള്ള എന്തെങ്കിലും സർവീസുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് ഡെലിവറി, അതായത് നമുക്ക് ഫുഡ് അല്ലെങ്കിൽ ഗ്രോസറീസ് നമുക്ക് വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊന്നുമില്ല, നിങ്ങളൊരു ഡെലിവറി ബോയ് ആണ്, നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു സർവീസ് പ്രൊവൈഡറായിട്ടും കയറാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റൈഡർ ആപ്പിലുള്ളത്. നിങ്ങളുടെ സർവീസ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വേറൊരു ആപ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും മനസ്സിലാവും. ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ളവർ, അതായത് എനിക്ക് ഒരു സർവീസും കൊടുക്കാനൊന്നുമില്ല, എനിക്ക് ഡെലിവറി വേണം, എനിക്ക് കൊറിയർ അയക്കണം, ഇതൊക്കെയാണ് നിങ്ങളുടെ പരിപാടി എന്നുണ്ടെങ്കിൽ റൈഡറിൻ്റെ യൂസർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായിട്ടുണ്ട്. ഹോം പേജിൽ തന്നെ ഓരോ കാറ്റഗറി ഉണ്ട്. ഏതാണോ കാറ്റഗറി അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. ഇനി പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കണ്ടേ? ഇതിനകത്ത് ഫെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. നമ്മൾ പുറത്തൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിസണും നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ എല്ലാ സർവീസും ഒരൊറ്റ ആപ്പിൻ്റെ അകത്ത് കിട്ടും. പിന്നീട് നമുക്ക് കൊറിയർ ആയാലും ഡെലിവറി ആയാലും ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ യൂട്ടിലിറ്റി സർവീസ് ഉണ്ടല്ലോ, അതായത് ഈ പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ ഇതേപോലുള്ള സാധനങ്ങൾക്ക് കമ്മീഷൻ ഒന്നും ഇവർ ഈടാക്കുന്നില്ല. 85% ഫെയറും നമ്മുടെ ഡ്രൈവേഴ്സിന് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഷോപ്പ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓർഡറിന്റെ 95% വരെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിലാണ്. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രം ഇങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കറന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. റൈഡർ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് റൈഡ് ഫ്രീ ആണ്. അത് മാത്രമല്ല നിങ്ങളുടെ റെഫറൽ ലിങ്ക് വഴി ആളുകൾ ഇതിനകത്തേക്ക് കയറ്റുന്ന സമയത്ത് അവർ എത്രയൊക്കെ ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രയൊക്കെ റൈഡ് ചെയ്യുന്നു അതിൻ്റെ 5% കമ്മീഷനും നിങ്ങൾക്ക് കിട്ടും. മറ്റ് പ്ലാറ്റ്ഫോം പോലെയല്ല, ഡ്രൈവേഴ്സിനൊക്കെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, സ്ട്രൈക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവുന്ന, അതായത് നിങ്ങൾക്കൊക്കെ ഉപകാരമാവുന്ന ഒരു ആപ്പ് ആയതുകൊണ്ടാണ്. ഇനി നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക്. യൂട്യൂബിൻ്റെ അകത്തിരുന്ന് ഷോർട്സ് തോണ്ടുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഡേറ്റ ഷ്രെന്ന് പറഞ്ഞങ്ങ് പോകും. ഇതിനൊരു പരിഹാരമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഡേറ്റ സേവർ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അവിടെ പോയിട്ട് ഡേറ്റ സേവർ ഒന്ന് ജസ്റ്റ് ഓണാക്കി കൊടുത്താൽ മതി. പിന്നീട് കുറച്ചൊക്കെ നിങ്ങളൊന്ന് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ സാധനം കാണാൻ പറ്റും, നിങ്ങളുടെ ഡേറ്റയും തീരൂല. ഓക്കെ, ആമസോൺ ആപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കാണൂല. അപ്പോൾ ആമസോണിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയാവോ? ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു 3 വര അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൻ്റെ ആ ഭാഗത്തേക്ക് പോവുക. ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൺ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണും. ആ ഒരു ഫൺ സോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ പണ്ട് ഈ ഒരു ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള കുറേ ഗെയിമുകളുണ്ടല്ലോ, അതെല്ലാം അതിൻ്റെ അകത്ത് വരും. മറ്റേ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഒരു വരയിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള കുറേ ചവറ് ഗെയിമുകൾ വരും. നിങ്ങൾക്ക് ഒരു പണിയും ഇല്ല. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാളും ചെയ്യേണ്ട. അല്ലാതെ നിങ്ങൾക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ കയറി കളിക്കാവുന്നതാണ്. ചിലപ്പോൾ അവർ വല്ല സമ്മാനമൊക്കെ തന്നു വിട്ടെന്നൊക്കെ വരും. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോട്ടോഷോപ്പിനെ അതേപടി ഫോണിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത കിട്ടും. അതായത് കൃത എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫോട്ടോഷോപ്പ് അതേപടി യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ആൻഡ്രോയിഡ് ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ, കുറച്ച് വലിയ സ്ക്രീനുള്ള ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എടുത്തതായിരിക്കും കുറച്ചുകൂടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോർമലി എന്തെല്ലാം നമ്മുടെ ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തും ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇമാജിനേഷനെ നിങ്ങൾക്ക് ഫോട്ടോയാക്കാൻ പറ്റും.
സ്റ്റാരി എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ വെടിക്കെട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ടല്ലോ, നമ്മൾ എടുത്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ എലോൺ മസ്കിനെയും ഒബാമേനെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഇമാജിനേഷൻ ക്രിയേറ്റീവായിട്ട് തോന്നുന്നോ അതിനെ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. AI ഈ ലോകത്ത് ഇപ്പോൾ കറൻ്റ്ലി പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സാധനം. AI എന്ത് ചെയ്ത് തരും? അതിനെ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾ എന്തടിച്ചു കൊടുക്കുന്നോ അതിനെ വിഷ്വലായിട്ട് ഉണ്ടാക്കി തരും. ഫോർ എക്സാമ്പിൾ സ്പേസിൽ ഒരു പുഴ ഒഴുകുന്നതായിട്ടാണ് നിങ്ങൾ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇമേജ് ഉണ്ടാക്കി തരും. കംപ്ലീറ്റ്ലി എല്ലാ സമയവും പക്കയായിരിക്കണമെന്നില്ല, പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ്. കാര്യം ഒരു ഇല്ലസ്ട്രേറ്റർ ഇരുന്ന് വരച്ച് റെഡിയാക്കുന്ന ഇമേജിനെ സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ഒരു ഒറ്റ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ചെയ്തു തരുന്നത്. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ലോകം ടെക്നോളജിയിൽ വളരാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അടിപൊളി ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്യുക, ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് എന്നെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് സ്റ്റോറി ആയിട്ട് നിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് മാത്രം കേട്ടോ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളുടെ ഇമാജിനേഷനെ നിങ്ങൾക്കൊരു ഫോട്ടോ ആക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി. ഇതേപോലെയൊക്കെ ടെക്നോളജികൾ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി ഒരു യൂട്യൂബറായിട്ട്. ഇതേപോലെ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ടിപ്സും ട്രിക്കും സീക്രട്ട് ആയിട്ടുള്ള ഹാക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ബൈ.